ആനന്ദും ജീവയും ആരെയാണ് നോക്കുന്നതെന്ന് നോക്കാം. ജീവ മീരയും അലീനയുമുള്ള ക്ലാസ്സിലേക്കാണ് നോക്കുന്നത്, അവരുടെ ക്ലാസ് വിൻഡോയിലൂടെ. അവർ പറയുന്നതൊന്നും കേൾക്കാൻ പറ്റില്ല, പക്ഷെ അവരെ വ്യക്തമായി കാണാൻ പറ്റും. നീ നല്ലൊരു പാട്ടുകാരിയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഓ, മോശമല്ല. അതല്ലേ നമ്മളിപ്പോൾ ഇവിടെ. ഇതിനെല്ലാം കാരണം നിന്റെ ധാവണിയാ, എന്നിട്ട് പണിയൊക്കെ എനിക്കും. സാരമില്ല, പോട്ടെ. എന്തായാലും എന്റെ പാട്ട് കാരണം നമ്മൾ രക്ഷപ്പെട്ടു. അതെ അതെ. ഇവരെ കാണിച്ചാലോ? ഓ വേണ്ട, വെറുതെ പട്ടിക്കാട് കേൾക്കാലോ. അല്ല, ഇവൻ ഇതാരീ നോക്കുന്നേ? മരിയ, ഇവന് വേറെ പണിയൊന്നുമില്ലേ? ഓ, ഇനി ഇവിടെ സഹിക്കണം. അവളാണോ നിന്റെ അടുത്തത്? തീരുമാനിച്ചിട്ടില്ല, നോക്കണം. എന്ത്? ഒന്നുമില്ല. നന്ദു, എല്ലാ കണ്ണുകളും നിന്നില്ല. ഏയ്, ഞാനൊന്നും കാണുന്നില്ലല്ലോ. കാണാൻ ആദ്യം നേരെ നോക്കി നടക്കണം. താഴേക്ക് നോക്കി നടന്നാ ഒന്നും കാണൂല. അന്നു, നോക്കണ്ട, വലതുവശത്ത് നിന്നാരോ നമ്മളെ നോക്കുന്നുണ്ട്. അയ്യേ, ഇടി അയാളെന്റെ സൈറ്റ് അടിച്ച് കാണിച്ച്. നമുക്ക് ക്ലാസ്സിൽ പോയാലോ? ഇതൊക്കെ നോർമൽ അല്ലേ? അവർ നമ്മുടെ സീനിയേഴ്സ് അല്ലേ, അതുകൊണ്ട് ആദ്യ ദിവസം തന്നെ ഒരു സീനാക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്നാ നീ അവരെ നോക്കണ്ട, വേഗം ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് പോകാം. ടോമേ, നീ അങ്ങോട്ടാടാ? നിങ്ങൾ കഴിക്കുക, ഞാനേ അവരെ ഒന്ന് പരിചയപ്പെട്ടിട്ട് വരാം. ഹായ് പച്ചക്കിളി, നിന്റെ പേരെന്താ? ഞാൻ നിന്നോട് ചോദിച്ചില്ല. നീ എന്താ മിണ്ടാത്ത പച്ചക്കിളി? ബ്രോ പ്ലീസ്, അവള് പാവാ, ഞാൻ പറഞ്ഞില്ലേ അവളുടെ പേര് മീര. അത് ശരി, അവള് സംസാരിക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നീ പാവാണോ? പറയാതെ നിന്നെ ഞാൻ വീടില്ല. ബ്രോ പ്ലീസ്, അവളെ വിട്. ആദ്യ ദിവസം തന്നെ ഇത്ര ഷോയോ? ഞാൻ വിളിച്ചാലുണ്ടല്ലോ, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അത് നിന്നെ റാഗ് ചെയ്യും. വേണോ? വേണ്ട, എന്റെ പേര് മീര. ഓ, പിന്നെ സ്ഥലം? വന്നത് നമുക്ക് പോകാം. അങ്ങനെ അങ്ങ് പോയാലോ? ആഹാ, ടോം പരിപാടി തുടങ്ങിയല്ലോ. പ്രശ്നമാണെന്ന് തോന്നുന്നു, നമുക്കൊന്ന് പോയി ഇടപെട്ടാലോ? നിക്ക്, അവൻ എവിടെ വരെ പോകും നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതൊക്കെ ആളുമാരുടെ കയ്യിൽ നിൽക്കുന്നതേ ഉള്ളൂ. ഇവനക്കൊന്നും ഇല്ലല്ലോ, സാധാരണ ഇങ്ങനെയൊന്നും അല്ലല്ലോ. എന്തേലൊക്കെ പറയേണ്ടതാ. ഇതവരെ നോക്കുന്നതല്ലാതെ ഒന്നും പറയുന്നില്ല. ബ്രോ, അവളെ വിട് പ്ലീസ്, ഞങ്ങൾ പരാതി കൊടുക്കും. എങ്കിൽ നീ പോയി കൊടുത്തിട്ടോ, എന്നിട്ട് ഞാൻ ഇവിടെ വിടാം. എന്താ, അവൻ കുറച്ച് ഓവറായില്ലേ? ആണ്, പക്ഷെ ഇതെന്റെയും നിന്റെയും കാര്യമല്ല.
പക്ഷെ എനിക്ക് വെറുതെ നോക്കിയിരിക്കാൻ കഴിയില്ല. നീ വരുന്നുണ്ടെങ്കിൽ വാ, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോവും. അവൻ പോട്ടെ, അല്ലെങ്കിൽ ആ ടോം ഇപ്പോഴൊന്നും നിർത്തില്ല. അതെ, അവൻ അല്പം ഓവറാ. ടോം മതി, ഇതിപ്പോ തന്നെ വളരെ കൂടുതലാ. നീ അവിടെ വിട്ടേക്ക്. ജീവ, ഇത് നിന്റെ കാര്യമല്ല, അതുകൊണ്ട് നീ മാറി നിൽക്ക്. വിടടാ നായ അവളെ. കഴിച്ചു തീർത്തു പോ, ഇനി അവൻ നിന്നെ തൊടില്ല. നീ ആരാ? അവളുടെ ബോഡി ഗാർഡോ? ഒറ്റയ്ക്ക് ഒന്ന് ഷോ കാണിച്ചങ്ങ് പോകാന്ന് കരുതിയോ? അതിന് ഞാൻ ഒറ്റയ്ക്കാന്ന് നിന്നോടാരാ പറഞ്ഞേ? നീ ആണോടാ എന്റെ ചെക്കനെ തൊട്ടത്? ധൈര്യമുണ്ടെങ്കിൽ ഒന്നുകൂടെ തൊടടാ, ഞാൻ കാണട്ടെ. മാനം പോകുമല്ലോ ഈശ്വര. ഡാ വാടാ. ഞാൻ ഇവിടെ വന്നപ്പോഴേ അവന്മാരൊക്കെ സ്കൂട്ടായി. എങ്ങനെ, നിക്കുന്നോ അതോ പോകുന്നോ? ആ, ഇത് എന്റെ ഒരു മനസ്സമാധാനത്തിന്. ചിരിക്കരുത് കേട്ടോ. വാ, നമുക്ക് കഴിക്കാം. വരുന്നേ. ബ്രോ, അത് താങ്ക്സ്. ആരും ഇടപെട്ടില്ല, വെറുതെ ആസ്വദിച്ചിരുന്നു. That's okay. ബ്രോന്റെ പേരെന്താ? ജീവാന്ന് വിളിച്ചു. ഇയാൾ സംസാരിക്കില്ലേ? സംസാരിക്കും. നന്ദി ജീവ ബ്രോ. എന്താണ് നിങ്ങളുടെ പേര്? ഞാൻ അലീന, ഇത് മീര. അപ്പോ ശരി, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ എന്നോട് പറഞ്ഞാൽ മതി. ഓക്കെ? അത് ബ്രോ, അടി കൊടുത്ത ബ്രോയുടെ പേരെന്താ? അവൻ ആനന്ദ്. അവനെ അറിയാൻ നിങ്ങൾക്ക് ആവശ്യത്തിന് സമയമുണ്ട്. ഇപ്പോൾ ഞാൻ പോയേക്കുവാ. ബൈ. ജീവ ബ്രോ, ബൈ. ബൈ ബ്രോ.